ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തിലും ഫെഡറൽ ഘടനയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം. ഈ നീക്കത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം കേവലം ഒരു ഭരണപരമായ മാറ്റമല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ അടിത്തറയായ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സ്ത്രീ സംവരണ ബില്ലിന്റെ മറവിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണിതെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് ഓരോ സെൻസസിനു ശേഷവും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കേണ്ടതുണ്ട്. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1976 ഇന്ദിരാഗാന്ധി സർക്കാർ ഇത് 2001 വരെ മരവിപ്പിച്ചു. പിന്നീട് വാജ്പേയി സർക്കാർ ഇത് 2026 വരെ നീട്ടി. 2026 ശേഷമുള്ള ആദ്യ സെൻസസ് അടിസ്ഥാനമാക്കി പുനർനിർണ്ണയം നടത്താനാണ് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ വിഭജിക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ സീറ്റുകൾ കുറയുകയും ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യും. രാജ്യം ഒരു ഫെഡറൽ യൂണിയൻ ആണെന്നും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി യാതൊരുവിധ സമവായ ചർച്ചകളും നടത്താതെയാണ് ഇത്തരമൊരു നിർണായകമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഫെഡറൽ മര്യാദകളുടെ ലംഘനമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദേശീയ രാഷ്ട്രീയത്തിൽ തുല്യമായ ശബ്ദമുണ്ടാകണം. എന്നാൽ പുതിയ നീക്കം വരുന്നതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തീരുമാനങ്ങൾ രാജ്യത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ജനസംഖ്യയുടെ പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ അധികാരം ദീർഘകാലത്തേക്ക് ഉറപ്പിക്കാനുള്ള കുറുക്കുവഴിയായി ഇത് മാറും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ്. സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര സർക്കാരുകൾ തന്നെ മുന്നോട്ട് വെച്ച കുടുംബാസൂത്രണ നയങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അറിവും ആരോഗ്യമുള്ള ഒരു സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകിയതിലൂടെ കേരളം കൈവരിച്ച നേട്ടം ജനസംഖ്യാ നിരക്ക് കുറയ്ക്കാൻ സഹായിച്ചു. ഇപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുന്നത് വലിയ നീതികേടാണ്. ജനസംഖ്യ നിയന്ത്രിച്ചാൽ ശിക്ഷ നിയന്ത്രിച്ചില്ലെങ്കിൽ പാരിതോഷികം എന്ന സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്രം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുന്നു. സ്ത്രീ സംവരണ ബില്ലിനെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിച്ചതിനെ മുഖ്യമന്ത്രി കൂടുതൽ ഭാഷയിൽ വിമർശിച്ചു. സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം നൽകുക എന്നത് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ അത് നടപ്പിലാക്കാൻ മണ്ഡല പുനർനിർണയം വരെ കാത്തിരിക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രമാണ്. സ്ത്രീ സംവരണം എന്ന വലിയ ലക്ഷ്യത്തെ മറയാക്കി മണ്ഡല പുനർനിർണയം എന്ന വിവാദ വിഷയത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. സ്ത്രീ സംവരണം എന്ന വലിയ ലക്ഷ്യത്തെ മറയാക്കി മണ്ഡല പുനർനിർണയം എന്ന വിവാദ വിഷയത്തെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് എതിരാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. കേരളം മാത്രമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ സമാനമായ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ GDP-യിലേക്ക് വലിയ സംഭാവന നൽകുന്നവരാണ്. എന്നാൽ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയുന്നതോടെ കേന്ദ്ര ഫണ്ട് വിഹിതത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും ഈ സംസ്ഥാനങ്ങൾക്ക് പിന്നോട്ട് പോകാൻ ഇടയാക്കും. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് പോലെ കുറഞ്ഞ പ്രാതിനിധ്യവും കുറഞ്ഞ വിഹിതവും എന്നത് ഒരു ന്യായമായ ഫെഡറൽ ക്രമമല്ല. ഇത് രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിച്ചേക്കാവുന്ന പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമാകും. ജനാധിപത്യം എന്നത് കേവലം ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നീതിയുക്തവുമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതുമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കേവലമായ സംഖ്യാശാസ്ത്രം നോക്കി മണ്ഡലങ്ങൾ വിഭജിക്കുമ്പോൾ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഘടകങ്ങൾ അവഗണിക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാർ ഈ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം തേടേണ്ടതുണ്ട്. ഈ വിഷയം കേവലം കേരളത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടേതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഫെഡറൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ ബഹുമാനവും യുക്തിസഹമായ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ പോരാടണമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് നൽകുന്നത്. മണ്ഡല പുനർനിർണയം സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ സൂചനയാണ്. വികസനത്തിന്റെ പേരിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുമ്പോൾ വികസന പാതയിൽ മുന്നേറുന്ന സംസ്ഥാനങ്ങളെ തഴയരുതെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം ഉയർത്തുന്നത്. രാജ്യത്തിന്റെ വൈവിധ്യവും ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതും അനിവാര്യമാണ്.